Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അനിയൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് കൊണ്ടുവന്നു. ഞാൻ ഒരു പീസ് കേക്കാണ് പറഞ്ഞിരുന്നത്, പക്ഷേ വലിയൊരു കേക്ക് കൊണ്ടുവന്നു, റെഡ് വെൽവെറ്റ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കാൻ ലേറ്റായി. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല വെള്ളച്ചമ്മന്തിയും ദോശയും പിന്നെ യൂട്യൂബിൽ ഗുരുവായൂർ അമ്പലനട ആ സിനിമയും കൂടെ കണ്ടുകൊണ്ടിരുന്ന് ഞാൻ അത് കഴിച്ചു. അതിനുശേഷം മുടിയൊക്കെ ഒന്ന് ചെയ്തു. വെറുതെ ഇങ്ങനെ ചാടി ചാടി നടക്കുമായിരുന്നു. അന്ന് ഫ്രീ അല്ലേ, അങ്ങനെ ചുമ്മാ നടക്കുമായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട്. പിന്നീട് ഉച്ചയ്ക്ക് നല്ല ചോറായിരുന്നു. ചോറ്, പരിപ്പ്, പപ്പടം, തോരൻ, പിന്നെ മീൻ പൊരിച്ചത്, വീണ്ടും യൂട്യൂബ്. ഇതൊക്കെ തന്നെയായിരുന്നു അന്നത്തെ ദിവസം ഫുള്ള്. അതെന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ ദിവസം ഒരു ജോലിയും ചെയ്തില്ല. പിന്നെ ചോറൊക്കെ തിന്ന് കഴിച്ചിട്ട് ദിവാസ്വപ്നം, അതായത് ഉറക്കം. സാധാരണ അത് പാടില്ല. പിന്നെ ഞാൻ കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം കുറച്ച് അടപ്രഥമൻ അമ്മമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു ഉത്സവം കൂടി. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു ഗെറ്റ് റെഡി ഒക്കെ ആയിട്ട് ഉത്സവം കാണാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ റോഡ് മൊത്തം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ അനിയൻ്റെ കൂടെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സ്ഥലത്ത് ഇങ്ങനെ സ്റ്റേജൊക്കെ കെട്ടി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ കണ്ടില്ലേ ഭയങ്കര ഇങ്ങനെ അന്നലൂഞ്ഞാലും പിന്നെ ഡ്രാഗനും ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എന്നെ ഇതിനകത്തൊക്കെ കൊണ്ട് കയറ്റണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എനിക്ക് ഡ്രാഗണിലൊന്ന് കയറണം എന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അതിനകത്ത് കയറാനായിട്ട് കുറേ നേരം വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കൊണ്ടോ തല ഇറങ്ങുന്ന കുറേ കാര്യങ്ങൾ. പക്ഷേ ഇതിലെല്ലാം ഞാൻ കയറി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലാതെ എനിക്ക് പേടിയുണ്ടെങ്കിലും ആ സംഭവം എന്താണെന്ന് അറിയണം. ഞാൻ നല്ലോണം നിലവിളിക്കും, പക്ഷേ അതെന്താണെന്ന് അറിയണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ കയറി. എന്നിട്ട് ആദ്യം എനിക്ക് ഇതങ്ങ് ചലിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര പേടി വന്നു. അതാണ് ഉണ്ടാക്കി വെക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായപ്പോഴത്തേക്ക് സ്വഭാവം ചെയ്തു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. പെട്ടെന്ന് മഴ കൂടി വന്നു. അതുകൊണ്ട് അവർ ആ ഡ്രാഗൺ ഭയങ്കര സ്പീഡിനാണ് കറക്കിയത്. പിന്നെ നമ്മൾ വന്നു. അതിനുശേഷം പിന്നെ അടുത്ത എന്ന് പറയുന്നത് ഷോപ്പിംഗ് തന്നെയാണ്. കമ്മലുകൾ എനിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ആ സെക്ഷനിലോട്ട് പോയി. കുറേ കമ്മലുണ്ടായിരുന്നു, ഏതെടുക്കണം എന്ന് അറിഞ്ഞിടായിരുന്നു. പിന്നെ അവസാനം ഒരു 6 എണ്ണം എടുത്തു. പിന്നെ കുറേ സാധനങ്ങൾ വേറെ അല്ലാണ്ട് പൊട്ട്, മാല, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് തിരിച്ച് വരണം എന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇത്രയൊക്കെയുള്ള വീഡിയോ. ടാറ്റാ, ബൈ ബൈ.